ഈശ്വര, സച്ചേന്റെ പൈസയുള്ള കയറി മോളെ കാണും. ഊലാതെ കണ്ട ആകെ പ്രശ്നവും. എന്താ ഇപ്പൊ ചെയ്യുന്ന? രാജീവിനെ വിളിക്കാം. എന്തു പറ്റി രണ്ടുപേർക്കും? സ്കൂളിൽ വല്ല വഴക്കമുണ്ടായോ? അതോ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞോ? അതൊന്നും അല്ല. പിന്നെന്താ? എന്താ പ്രശ്നം? രണ്ടുപേരുടെ മുഖത്ത് എന്തോ വലിയൊരു വിഷമമുണ്ട്. ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. അല്ല, സ്കൂളിൽ നിന്ന് ഇവിടെ വരെ രണ്ടുപേരും ഒന്നും മിണ്ടാതെ വന്നേ. എന്തു പറ്റി രണ്ടുപേർക്കും? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. പിന്നെ എന്താ ചായ കുടിക്കാത്തെ? ഗൗരി ആശുപത്രിയിലാ അച്ഛാ. ഗൗരിമോക്ക് എന്താ പറ്റി? ഗൗരിക്ക് ഹാർട്ടിലെന്തോ അസുഖമെന്നാ ടീച്ചർമാർ പറഞ്ഞു. അയ്യോ, ആരത് പറഞ്ഞേ? ഇന്നാളൊരു ദിവസം ഗൗരി സ്കൂളിൽ മയങ്ങി വീണായിരുന്നു. അന്ന് സ്കൂളിൽ നിന്ന് ആശുപത്രി കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം വീട്ടിലും അതുപോലെ ബോധം കെട്ട് വീണു. ഗൗരിക്ക് ഹാർട്ടിലെന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെയാ പറയുന്നത്. കൂട്ടുകാരെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു. ഗൗരിമോൾ ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയോ? അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. മക്കൾ വിഷമിക്കണ്ട, ഗൗരിമോക്ക് ഒന്നും സംഭവിക്കില്ല. അച്ഛൻ ഇപ്പൊ തന്നെ ആശുപത്രിയിലേക്ക് പോവാം. ഏട്ടാ ചായ കുടിച്ചിട്ട് പോ. ഏയ്, ഇപ്പൊ ചായ കുടിക്കാൻ ശരിയാവില്ല. ആദ്യം ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ. ഗൗരിമോക്ക് എന്താ പറ്റിയെന്ന് നോക്കട്ടെ. അവരുടെ രണ്ടുപേരുടെ അറസ്റ്റ് നമ്മുടെ ഈ കേസിനെ ബാധിക്കും. അവരെ രണ്ടുപേരെ കൈ കിട്ടിയെന്ന് കരുതി അത് വെച്ച് രാജീവിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല വക്കീലെ. ഏയ്, ഈ അമിത ആത്മവിശ്വാസം അപകടമാണ്. ലോകം അടക്കി ഭരിച്ച ചില ഭരണാധികാരികളും മുന്നിൽ കാണുന്നതെല്ലാം തങ്ങളുടെ കാൽ കീഴിലാണ് എന്ന് അഹങ്കരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ പലരും നരകിച്ച് മരിച്ചത് ജയിലറകളിലാണ്. അത് മാഡം മറക്കരുത്. ആ തള്ളയും മകളെയും തടങ്കലിൽ വെച്ചിരിക്കുന്നത് ഇല്ലീഗലാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. പക്ഷേ മാഡം അത് കേട്ടില്ല. ഇപ്പോൾ വളരെ തന്ത്രപൂർവ്വം ആ പെണ്ണ് നിങ്ങളെ ട്രാപ്പ് ചെയ്തു. മാഡം, ഞാൻ നിങ്ങളുടെ വക്കീലാണ്. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. പക്ഷേ ഇനി ഞാനൊരു സത്യം പറയാം. കാര്യങ്ങളുടെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ മാഡത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു തെറ്റായ നീക്കം പോലും മാഡത്തിന് ജയിലിലെത്തിക്കും. അപ്പോ മൂർത്തിയും സന്ദീപിനെയും ജാമ്യത്തിൽ ഇറക്കാൻ കഴിയില്ലെന്നാണോ വക്കീല് പറയുന്നത്? ഏയ്, കഴിയില്ല എന്നല്ല. അവരെ ഞാൻ ജാമ്യത്തിലിറക്കും, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ ആ അന്വേഷണത്തിൻ്റെ കണ്ണികൾ നീണ്ടുവരാൻ പോകുന്നത് മാഡത്തിലേക്കാണ്. മാഡം, ഏത് വിധേനയും രാജീവ് അവരെ ഇടിച്ചു പിഴിഞ്ഞ് അതിനുള്ള തെളിവുണ്ടാക്കും. ഉണ്ടാക്കട്ടെ, അയാൾ എന്ത് തെളിവ് വേണേലും ഉണ്ടാക്കട്ടെ. തെളിവുണ്ടെങ്കിൽ അയാൾ കോടതിയിൽ കാണിക്കട്ടെ, അവിടെ ഞാൻ മറുപടി പറയും. തൽക്കാലം ഇപ്പൊ വക്കീല് പോയി അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴി നോക്ക്. എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും സന്ദീപും മൂർത്തിയും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കണം.
അർച്ചനെ, നമ്മുടെ മോളെവിടെ? അവക്ക് എന്താ പറ്റിയേ? എനിക്ക് അവളെ കാണണം. നിങ്ങൾ ആരെക്കുറിച്ചായി പറയുന്നേ? ഞാൻ സമൃദ്ധയാ. അർച്ചനെ, ഇനി നീ അഭിനയം തുടർന്ന നീ എന്റെ ഭാര്യയാണെന്നും അകത്ത് വയ്യാതെ കിടക്കുന്ന എന്റെ മോളാണെന്നും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഉറക്കെ വിളിച്ചു പറയും. എന്റെ മോളെവിടെ? എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അവള് നമ്മുടെ മോളല്ല സച്ചേട്ട, ഗൂഗിളിന്റെയും ഇസബെല്ലയുടെയും മകളാ. നമ്മുടെ മോളിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല സച്ചേട്ട. അർച്ചനെ, സത്യം പറ, നമ്മുടെ മോളെവിടെ? നീ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ തന്നെ അയാളുടെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കും. എന്റെ മോളെ കയറി കാണാനോ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ എനിക്ക് ആരുടെ അനുവാദമൊന്നും ആവശ്യമില്ല. എന്റെ ഗൗരിമോൾ എവിടെയെന്ന് ചോദിച്ചേ? ഗൗരിമോള് ഐസിയുല. ഈശ്വര, സച്ചേട്ടന് ഐസിയുല കയറി മോളെ കാണും. ഊലാതെ കണ്ട ആകെ പ്രശ്നവും. എന്താ ഇപ്പൊ ചെയ്യുന്ന? രാജീവിനെ വിളിക്കാം. രാജീവ്, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വേഗം വരുമോ? ഒരു പ്രശ്നമുണ്ട്. സച്ചേട്ടൻ മോളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഐസിയുടെ അകത്ത് കയറി പോയിരിക്കുക. ഒന്ന് വേഗം വാ. മോളെ, ഗൗരിമോളെ, സച്ചിയങ്കിൾ, എന്റെ പൊന്നു മോളെ.